അവൻ മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ എന്തിനാണ് വിളിച്ചു പറഞ്ഞത്? അവൻ രക്ഷപ്പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ, വേണ്ടായിരുന്നു. അവനങ്ങനെ ചാടിപ്പോന്നവനൊന്നുമല്ല. അവൻ ഇവിടുന്ന് രക്ഷപ്പെട്ടതിന്റെ പിന്നില് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ഒന്ന് ചുമ്മാതിരിക്കും സാറേ, അണ്ണനെ വെറുതെ പേടിപ്പിക്കാതെ. ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അതല്ലണ്ണ. ആ മേജറെങ്ങാനും ഫോൺ ചെയ്ത് മോനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഫോണ് മേജറാണോ അണ്ണ? അതേടാ. എന്താ വായി പൊളിച്ചിരിക്കാതെ എന്തെങ്കിലും പറയാൻ നോക്ക്. ഹലോ ബാബുജി, എന്റെ മോന്റെ കയ്യിലേക്ക് ഫോണൊന്ന് കൊടുക്ക. അവൻ ഇവിടെ ഇല്ല, അവൻ പുറത്ത് കറങ്ങാൻ പോയിരിക്കെ. ഞാനെന്താ തന്റെ പേഴ്സണൽ സെക്രട്ടറി മറ്റോ ആണോ? പറയുമ്പോ തന്നെ കൊണ്ടുപോയി ഫോൺ കൊടുക്കാൻ. ഐ എം സോറി. ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്റെ മോനോട് സംസാരിക്കും. ഹലോ ഹലോ ഹലോ, എന്താ അങ്ങേര് പറഞ്ഞേ? മോന്റെ അടുത്ത് സംസാരിച്ചിട്ട് ജോലി തുടങ്ങുന്നാണോ? വാ പൊളിച്ച കൊന്നുകളെ നിന്നെ. ഇതൊക്കെ നീ എങ്ങനെയാടാ മുൻകൂട്ടി അറിയുന്നത്? അയ്യോ അണ്ണ അണ്ണ, എനിക്കൊരു ചാൻസ്. ഹൈദരാബാദിൽ അവന് സ്വന്തക്കാരോ ബന്ധുക്കാരോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞാൻ പൊക്കിക്കൊണ്ട്. നീ എങ്ങനെ കൊണ്ടുവരുന്നാടാ? ഹൈദരാബാദിലാണ് റസൂലിന്റെ ഗ്യാങ്ങുള്ളത്. അതിലെന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ എന്നെ സഹായിക്കും. റസൂൽ ഗാങ്ങിൽ ഒരുത്തം പോലും ബാക്കിയില്ല. സകല എണ്ണത്തിനെ അവൻ കൊന്നു തള്ളി. എന്റെ സാറേ, നാക്കെടുത്ത് വളയ്ക്കാതെ. വായി നല്ലതൊന്നും വരില്ലേ? എന്റെ ഫ്രണ്ട് ജീവിച്ചിരിപ്പുണ്ട്. അണ്ണ എനിക്കൊരു ചാൻസ് ആണ്. ഫോൺ ചെയ്യ്, ഫോൺ ചെയ്യ്. ഏയ് സ്പീക്കർ ഓൺ ചെയ്യ്, സ്പീക്കർ ഓൺ ചെയ്യ്. ഒന്നുകൂടെ വിളിച്ചോട്ടെ. എത്ര നേരമായടാ പുല്ലേ, ഒന്ന് ഫോൺ എടുക്കടാ, എടുക്ക്. ഭാഷ ഭായ്, ഇത് ഞാനാ, കൽക്കട്ടന്ന് ചോട്ടാ ഭായ്. ആ, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ പോക്കരെ പോക്കരെ എന്ന് വിളിക്കില്ലായിരുന്നോ? അത് ഞാനാ, കൽക്കട്ട ചോട്ടാ. നീ ആരായിരുന്നാലും ശരി, പാന്റിന് 15 രൂപ, ഷർട്ടിന് 10 രൂപ, അണ്ടറിന് 5 രൂപ. 2 പാന്റ് തന്നാൽ ഒരു ഷർട്ട് ഫ്രീ, 2 ഷർട്ടിന്റെ കൂടെ ഒരു അണ്ടർ ഫ്രീ. റേറ്റിൽ മാറ്റമില്ല. നിങ്ങൾക്ക് ഭ്രാന്തായി പോയോ ഭാഷ ഭായ്? ഭ്രാന്തായതല്ല, ഒരുത്തിനാക്കിയതാ. അവൻ ഞങ്ങളുടെ പിള്ളേരെ എല്ലാം ഫീൽഡിൽ നിന്ന് ക്ലീൻ ചെയ്തു. ഫൈനാൻസിൽ ഡ്രൈ ആയതുകൊണ്ട് ഞാൻ ഒരു ഡ്രൈ ക്ലീൻ ഷോപ്പ് തുടങ്ങി. എനിക്ക് നിങ്ങൾ ഒരു ഉപകാരം ചെയ്യണം ഭാഷ ഭായ്. മനുഷ്യരുമായിട്ട് ഇപ്പൊ എനിക്ക് യാതൊരു സഹവാസവും ഇല്ല. നിങ്ങൾ എന്നെ സഹായിച്ചില്ല, എന്റെ കാര്യം പോക്കാ. കുഞ്ഞുനാളിൽ ഞാൻ എത്ര തീപ്പെട്ടിപ്പടം തന്നിട്ടുണ്ട്. പ്ലീസ്. നീ എന്റെ പഴയ കൂട്ടുകാരനായോണ്ട് എന്ത് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ്. താങ്ക് യു അണ്ണാ. എന്റെ ഫ്രണ്ട് ജീവനോടെ തന്നെയുണ്ട്. മേജറിന്റെ മോനുമായി ബന്ധമുള്ള ആരെങ്കിലും ഞാൻ പൊക്കിയിരിക്കും, എന്നെ വിശ്വസിക്ക്. ഓക്കെ, നീ കൊണ്ടുവരും. പക്ഷെ അതെങ്ങനെ ഈ രക്ഷപ്പെട്ടവനെ നമ്മൾ അറിയിക്കും? അത് അപ്പോഴത്തെ കാര്യമല്ലേ സാർ, വെറുതെ കരുനാക്ക് വളയ്ക്കാതിരിക്കുക. ആദ്യം അവന്റെ ഫോട്ടോ എന്റെ സെല്ലിലേക്ക് അയക്ക്. ഫോട്ടോ എന്തിനാ? ആളെ നീ കണ്ടല്ലോ. ഓ, ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ കണ്ടതാണ് സാർ, പക്ഷെ എന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കണ്ടേ? ആ, കുട്ടിക്കാലത്തെ കഥയും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചത് നീ ഇവനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനാണോടാ? ഇവന്റെ അടുത്തേക്ക് പോയി ചാകും. പോയില്ലെങ്കിലും ചാവും. എന്നെ എങ്ങനെങ്കിലും ഇവന്റെ അടുത്ത് നിന്ന് എത്തിക്കുമായി. നോ, നിന്നെ ഞാൻ ഇവന്റെ അടുത്തേക്ക് കൊണ്ടുപോകില്ല. ഇവനെപ്പോഴൊരിക്കുന്ന വേറൊരു പൂജാരി ഉണ്ട്, അവന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇവനെ പോലൊരു പൂജാരി ഉണ്ടോ? ഫോട്ടോ കാണിക്കേ. ഇവനെ കണ്ട് പേടിച്ചോടിയപ്പോഴാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോ ഇവന്മാർ 2 പേരാ. അപ്പോ ഇവന് പകരം അവനെ കൂട്ടിക്കൊണ്ടു പോകാം അല്ലേ? യെസ്. അണ്ണനെങ്ങാനും തിരിച്ചറിയൂ? അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും പോലും തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ അണ്ണന്റെ കാര്യമായതുകൊണ്ടാ എനിക്ക് അത്ര വിശ്വാസം പോരാ. എനിക്കോ കഴിഞ്ഞില്ല, പിന്നെ നിന്റെ ഒരു ഉണക്കയാണ്. അല്ല, ഈ പൂജാരി നമ്മുടെ കൂടെ വരുമോ? പൂജാരിയല്ലേ, പണം കൊടുത്താൽ എന്ത് കർമ്മവും ചെയ്യും. 1 കോടി വേണേലും കൊടുക്കാം. എന്താടാ നോക്കുന്നേ? അടിക്കണോ? എങ്കിൽ അടിക്കടാ.